വെൽക്കം ടു സ്റ്റഡി വിത്ത് ഭദ്ര. കഴിഞ്ഞ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 ദോ ഗൗരയ്യ പാർട്ട് 1 അതിൻ്റെ പകുതി ഭാഗം നമ്മൾ മലയാളം എക്സ്പ്ലനേഷനോട് കൂടി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏതുവരെയാണ് നമ്മൾ പഠിച്ചത്? കുരുവികൾ വീട്ടിൽ വന്നതും അച്ഛൻ വടിയെടുത്തവരെ ഓടിക്കാൻ ശ്രമിക്കുന്നതും അമ്മ ചിരിച്ചുകൊണ്ട് അച്ഛനെ കളിയാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തി. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് പോകാം. ആപ് തോ പിതാജി ഗൗരയ്യോं पर पिल पड़े, उन्होंने दरवाज़ों के नीचे कपड़े ठूस दिए ताकि कहीं कोई छेद बचा नहीं रह जाए. എന്താ ചെയ്തേ? വാതിലുകളുടെ ഇടയിലെ വിടവുകളിലൂടെയാണ് കുരുവികൾ തിരികെ വന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ പിതാജി എന്ത് ചെയ്തു? ആപ് തോ പിതാജി ഗൗരയ്യോं पर पिल पड़े, കുരുവികളെ ആക്രമിച്ചു. എങ്ങനെയാ? ദർവാസോങ്കെ നീച്ചെ കപ്പടെ ടൂസ് ദിയേ, വാതിലുകളുടെ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് താഴ്ഭാഗത്ത് കപ്പടെ തുണി തിരികെ വെച്ചു. ടൂസ് ദിയേ തിരികെ വെച്ചു. അങ്ങനെ ഒരു ദ്വാരവും അവശേഷിക്കാത്ത രീതിയിൽ അവിടെ തുണി തിരികെ വെച്ചു. താക്കി കഹി കൊയ് ഛേദ് ബച്ചാ നഹി രഹ് ജായേ എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരവും അവിടെ അവശേഷിക്കാത്ത രീതിയിൽ തുണി തിരികെ വെച്ചു. ഓർ ഫിർ ലാഠി ഝുലാത്തെ ഹുവേ ഉൻ പർ ടൂട്ട് പടേ, എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ലാഠി വടിയെടുത്ത് വീശിക്കൊണ്ട് കിളികളുടെ നേരെ ചെന്ന് അവയെ ആക്രമിച്ചു. ചിടിയാ ചീ ചീ കർത്തി ഫിർ ബാഹർ നിക്കൽ ഗയി, അപ്പോൾ കുരുവികൾ എന്ത് ചെയ്തു? ചീ ചീയുന്ന ശബ്ദം ഉണ്ടായിക്കൊണ്ട് പുറത്തേക്ക് പോയി. पर थोड़ी ही देर बाद वे फिर कमरे में मौजूद थी, കുറച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മുറിയിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. अब की बार वे रोशनदान में से आ गई थी जिसका एक शीशा टूट हुआ था. ഇപ്രാവശ്യം അവരെങ്ങനെയാണ് വന്നത്? നേരത്തെ വാതിലിൻ്റെ അടിയിലുണ്ടായിരുന്ന ഗ്യാപ്പിലൂടെ അവർ വന്നത്. അപ്പോൾ അവിടെ പിതാജി എന്ത് ചെയ്തു? തുണികളൊക്കെ തിരികെ വെച്ചിട്ട് അവിടെ ഫുള്ള് ഗ്യാപ്പെല്ലാം ക്ലോസ് ചെയ്തു. എന്നിട്ട് കുരുവികളെ ഓടിച്ചു വിട്ടു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു വന്നു. ഇപ്പോൾ അവർ ഏത് വഴിയാണ് വന്നത്? ആപ് തോ റോഷൻദാൻ മേം സെ ആ ഗയി ഥീം ജിസ്കാ ഏക് ഷീഷ ടൂട്ടാ ഹുവാ ഥാ. റോഷൻദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെളിച്ചമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെൻറ്റിലേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തു കൂടിയാണ് അവർ വന്നത്. ആ വെൻറ്റിലേറ്ററിൻ്റെ പൊട്ടിയ ചില്ലിലൂടെ അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ദേഖോ ജി चिड़ियों को मत निकालो, माँ ने अब की बार गंभीरता से कहा. अब तो इनोम ने അണ്ടേ ഭി ദേ ദിയേ ഹോങ്കെ അബ് യേ ഹംസെ നഹീം ജായെങ്കി. അമ്മ എന്താ പറഞ്ഞു? ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അമ്മ പറഞ്ഞു, ദേഖോ ജി ചിടിയും കോ മത് നികാലോ, ഈ പക്ഷികളെ പുറത്താക്കരുത്. നോക്കൂ, ഈ പക്ഷികളെ പുറത്താക്കരുത്. മാനെ അബ് കി ബാർ ഗംഭീരത സെ കഹ, അമ്മ ഇത്തവണ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. മസാക്ക് ഉടാക്കറല്ല, കളിയാക്കിക്കൊണ്ടല്ലോ സാധാരണ ഇത്രയും നേരം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അമ്മ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. ചിടിയോക്കോ മത് നികാലോ, എന്താണ്? ഈ പക്ഷികളെ പുറത്താക്കരുത്. അബ് തോ ഇനോംനെ അണ്ടേ ഭി ദേ ദിയേ ഹോങ്കെ. അമ്മ അങ്ങനെ പറയാൻ കാരണം എന്താ? അബ് തോ ഇനോംനെ, ഇപ്പോഴേ ഇവർ എന്ന് പറഞ്ഞാൽ എഗ്സ്, മുട്ട ഇട്ടിട്ടുണ്ടാകും. ഇവിടെ മുട്ട ഇട്ടിട്ടുണ്ടാകും. ആ ബി എ യഹാം സെ നഹി ജായെങ്കി, ഇനി അവ ഇവിടെ നിന്ന് പോകില്ല. കാര്യം എന്താ? അവരുടെ മുട്ട ഇവിടെ ഉണ്ടാകും. ക്യാ മത്ലബ് മേ കാലീൻ ബർബാദ് കർവാലു. അപ്പോൾ ഇത് കേട്ടിട്ട് പിതാജി എന്താ പറഞ്ഞേ? ക്യാ മത്ലബ്, എന്താണ് ഉദ്ദേശിച്ചത്? മേ കാലീൻ ബർബാദ് കർവാലു, എൻ്റെ പരവതാനി, എൻ്റെ ഫ്ലോറൊക്കെ ഇവിടെ ഇവർ നശിപ്പിക്കും. ഇതൊക്കെ നശിപ്പിക്കണമെന്നാണോ? पिताजी बोले और कुर्सी पर चढ़कर रोशनदान में कपड़ा ठूस दिया और फिर लाठी चुलाकर एक बार फिर चिड़ियों को खदेड़ दिया. ഇതും പറഞ്ഞുകൊണ്ട് പിതാജി എന്ത് ചെയ്തു? പിതാജി ബോലെ ഓർ കുർസി പർ ചട്കർ, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പിതാജി കുർസി എന്ന് പറഞ്ഞാൽ ചെയറിൽ ചട്കർ കയറിയിട്ട് റോഷൻ ദാൻ മേ കപ്പട ടൂസ് ദിയ, അടുത്തതായിട്ട് ആ വെൻറ്റിലേറ്ററിൽ പൊട്ടിയ ഭാഗത്ത് കപ്പട ടൂസ് ദിയ, തുണി തിരികെ വെച്ചു. ഓർ ഫിർ ലാഠി ചുലാക്കർ ഏക് ബാർ ഫിർ ചിടിയോം കോ ഖദേഡ് ദിയ, വീണ്ടും വടി വീശിയിട്ട് ഈ കിളികളെ ഓടിച്ചു. ദോനോ പിछले ആംഗൻ കി ദീവാർ പർ ജാ ബൈഠി. എന്ത് ചെയ്തു? പിതാജി ഓടിച്ചു വിട്ടപ്പോൾ അവർ രണ്ട് കുരുവികളും പിന്നിലെ മുറ്റത്തെ മതിലിൽ പോയി ഇരുന്നു. ഇത്തനമേ രാത് പടുകയി, ഇത്രയായപ്പോഴേക്കും രാത്രിയായി. ഹം ഖാന ഖാക്കർ ഊപ്പർ ജാക്കർ സോഗയെ, നമ്മൾ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയി ഉറങ്ങി.
जाने से पहले मैंने आंगन में झांक कर देखा. പോകുന്നതിന് മുമ്പ് ഞാൻ മുറ്റത്തേക്ക് നോക്കി. ചിടിയ വഹാം പർ നഹി ഥി. അവിടെ കുരുവികൾ ഉണ്ടായിരുന്നില്ല. मैंने समझ लिया कि उन्हें अकल आ गई होगी. എനിക്ക് മനസ്സിലായി അവർക്ക് അക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധി, അവർക്ക് ബുദ്ധി ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. अपनी हार मानकर किसी दूसरी जगह चली गई होंगी. അവർ ഹാർ എന്ന് പറഞ്ഞാൽ പരാജയം, അവർ പരാജയം സമ്മതിച്ച് മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം. ദൂസരെ ദിൻ ഇത്വാർ ഥ. അടുത്ത ദിവസം ഞായറാഴ്ച. ഇത്വാർ എന്ന് പറഞ്ഞാൽ രവിവാർ ഓർ സൺഡേ, അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. ജബ് ഹം ലോഗ് നീച്ചെ ഉതർക്കർ ആയെ തോ വേ ഫിർ സെ മൗജൂദ് ഥീം ഔർ മജേ സെ ബൈഠി മൽഹാർ ഗാ രഹി ഥീം. എന്താണ്, ഞങ്ങൾ താഴേക്ക് വന്നപ്പോൾ അവർ വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുക, അവരെന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നി. പിതാജീനെ ഫിർ ലാഠി ഉഠാലി. അച്ഛൻ വീണ്ടും വടിയെടുത്തു. ഉസ് ദിൻ ഉനെ ഗൗരയ്യോം കോ ബാഹർ നികാൽനെ മേ ബഹുത് ദേർ നഹി ലഗി. എന്തുപറ്റി, അന്ന് കുരുവികളെ പുറത്താക്കാൻ അധികം സമയമെടുത്തില്ല. പിതാജി എക്സ്പെർട്ടായി കാണും അല്ലേ, കുരുവികളെ ഓടിച്ചു വിടുന്നതിൽ അദ്ദേഹം എക്സ്പെർട്ടായിട്ടുണ്ടാവും. ഉസ് ദിൻ ഉനേം ഗൗരയ്യോം കോ ബാഹർ നികാൽനെ മേ ബഹുത് ദേർ നഹി ലഗി. അബ് തോ റോസ് യഹി കുച്ച് ഹോനെ ലഗ. ഇപ്പോൾ ഇത് ദിവസവും സംഭവിക്കാൻ തുടങ്ങി. പിതാജി ലാഠിയെടുക്കും, കുരുവികളെ ഓടിച്ചുവിടും, അവർ ഒരു പുതിയ വഴി കണ്ടുപിടിക്കും, അതുവഴി വീണ്ടും അകത്ത് വരും, വീണ്ടും പിതാജി ഓടിച്ചു വിടുന്നു. അങ്ങനെ അബ് തോ റോസ് യഹി കുച്ച് ഹോനെ ലഗ. ദിവസവും ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. അബ് തോ റോസ് യഹി കുച്ച് ഹോനെ ലഗ. दिन में तो वे बाहर निकाल दी जाती, पर रात के वक्त जब हम सो रहे होते तो न जाने किस रास्ते से वे अंदर घुस आती. പകൽ സമയത്ത് അവയെ പുറത്താക്കും, പക്ഷേ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഏത് വഴിയിലൂടെ എന്നറിയില്ല, ഏതോ വഴിയിലൂടെ അവ അകത്തേക്ക് വരും. പിതാജി പരേശാൻ ഹോ ഉഠേ. ആഖിർ कोई कहाँ तक लाठी चुला सकता है. पिताजी बार बार कहे, मैं हार मानने वाला आदमी नहीं हूँ. पर आखिर वह भी तंग आ गए थे. आखिर जब उनकी सहनशीलता चुक गई तो वह कहने लगे कि वह गौरैयों का घोंसला नोच कर निकाल देंगे, और वह फौरन ही बाहर से एक स्टूल उठा लाए. പിന്നെന്താ സംഭവിച്ചേ? പിതാജി പരേശാൻ ഹോ ഉഠേ. അച്ഛൻ അസ്വസ്ഥനായി. എത്ര ഓടിച്ചു വിട്ടാലും വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഇവർ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അസ്വസ്ഥനായി. പരേശാൻ ഹോ ഉഠേ. ആഖിർ കോയി കഹാ തക് ലാഠി ചുലാ സക്താ ഹെ. ആർക്കാണ് എപ്പോഴും വടിയും ചുഴറ്റിക്കൊണ്ട് ഇങ്ങനെ വടി വീശിക്കൊണ്ട് നടക്കാൻ കഴിയുക? പിതാജി ബാർ ബാർ കേത്തെ, मैं हार मानने वाला आदमी नहीं हूँ, पर आखिर वह भी तंग आ गए थे. പിതാജി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അല്ലേ, എന്താ, ഞാൻ തോൽവി സമ്മതിക്കുന്ന ആളല്ല, മേ ഹാർ മാന്നെ വാല ആദ്മി നഹി ഹൂ. പക്ഷേ ആഖിർ വഹ് ബി തങ് ആ ഗയേ ഥേ. അവസാനം അദ്ദേഹവും മടുത്തു. ആഖിർ ജബ് ഉൻകി സഹനശീലത ചുക് ഗയി തോ വ कहने लगे कि वह गौरैयों का घोंसला नोच कर निकाल देंगे. എന്താ പറഞ്ഞേ? അവസാനം അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചപ്പോൾ അദ്ദേഹം കുരുവികളുടെ കൂട് പറിച്ചെടുത്ത് പുറത്ത് കളയുമെന്ന് പറഞ്ഞു. ഓർ വ ഫൗറൻ ഹി ബാഹർ സെ ഏക് സ്റ്റൂൾ ഉഠാലായെ. അദ്ദേഹം ഉടൻ തന്നെ പുറത്തുനിന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നു. ഘോസല തോടന കഠിൻ കാം നഹി ഥാ. ഉन्होंने पंखे के नीचे फर्श पर स्टूल रखा और लाठी लेकर स्टूल पर चढ़ गए. किसी को सचमुच बाहर निकालना हो तो उसका घर तोड़ देना चाहिए, उन्होंने गुस्से से कहा. പിതാജി പിന്നെന്താ ചെയ്തേ? ഘോസല തോടന കഠിൻ കാം നഹീതി. കൂട് പൊളിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നില്ല അല്ലേ? ഒരു കുരുവിയുടെ വളരെ പുല്ലും വള്ളികളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു വീക്കായിട്ടുള്ള ഒരു കൂടായിരിക്കുമല്ലോ, അത് പൊളിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയായിരുന്നില്ല. ഉനോംനെ പംഖെ കെ നീച്ചെ ഫർഷ് പർ സ്റ്റൂൾ രഖ ഓർ ലാഠി ലേക്കർ സ്റ്റൂൾ പർ ചढ़ ഗയെ. അദ്ദേഹം ഫാനിനടിയിൽ, ഫർഷ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ സ്റ്റൂൾ വെച്ചിട്ട് വടിയുമായിട്ട് അതിൽ കയറി. കിസിക്കോ സച്ച് മുച്ച് ബാഹർ നിക്കാൽന ഹോ तो उसका घर तोड़ देना चाहिए, उन्होंने गुस्से से कहा.
അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, എന്താ, കിസിക്കോ സച്ച് മുച്ച് ബാഹർ നിക്കാൽന ഹോ, ഒരാളെ ശരിക്കും പുറത്താക്കണമെങ്കിൽ तो उसका घर तोड़ देना चाहिए, അവരുടെ വീട് തകർക്കണം. घोंसले में से अनेक तिनके बाहर की ओर लटक रहे थे. गौरयों ने सजावट के लिए मानो ചാലർ ढांग रखी हो. കൂട്ടിൽ നിന്ന് ധാരാളം കമ്പുകൾ, തിനുക എന്ന് പറഞ്ഞാൽ ഈ കട്ടി കുറഞ്ഞ നമ്മുടെ കമ്പുകളില്ലേ, കിളികൾ കൂടുണ്ടാക്കാൻ കൊണ്ടുപോകുന്ന കമ്പുകൾ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ, കട്ടി കുറഞ്ഞ ചുള്ളിക്കമ്പുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. അത് ഗൗരയോംനെ സജാവട്ട് കേലിയെ മാനോ ചാലർ ढांग रखी हो, അലങ്കാരത്തിന് വേണ്ടി എന്താണ് ചാലർ, തോരണങ്ങളുണ്ടല്ലോ, അത് തൂക്കിയിട്ടതുപോലെയായിരുന്നു ഈ കമ്പുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്നത്. പിതാജീനെ ലാഠി കാ സിര സുഖി ഘാസ് കെ തിൻകോം പർ ജമായ ഓർ ദായി ഓർക്കോ ഖീഞ്ച. എന്ത് ചെയ്തു? അടുത്തായിട്ട് പിതാജി എന്ത് ചെയ്തു? വടിയുടെ അറ്റം, ലാഠി കാ സിര എന്ന് പറഞ്ഞാൽ ലാഠിയുടെ എൻഡ്, ടിപ്പ്, അതിൻ്റെ അറ്റം, സുഖി ഘാസ് കെ തിൻകോം, ഉണങ്ങിയ പുല്ലിൻ്റെ ആ കമ്പുകൾ, ഉണങ്ങിയ പുല്ലും ചുള്ളികളൊക്കെ കൊണ്ടാണല്ലോ ഇവർ കൂടുണ്ടാക്കുന്നത്, അതിൻ്റെ കമ്പുകളിൽ വെച്ചിട്ട് ദായി ഓർക്കോ ഖീഞ്ച, ദായി എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് വലിച്ചു. ദോ തിൻകെ ഘോസലോ മേം സെ അലഗ് ഹോ ഗയെ ഓർ ഫർഫറാത്തെ ഹുയെ നീച്ചെ ഉത്തർനെ ലഗേ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴെന്ത് സംഭവിച്ചു? ദോ തിൻകെ, അതിൽ നിന്ന് 2 ഈ ഉണങ്ങിയ പുല്ലുകൾ, എൻ്റെ കൂടിൻ്റെ പോർഷനാണത്, അത് ഇളകി 2 എണ്ണം ഇളകി വേർപെട്ട് താഴേക്ക്, ഫർഫറാത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പേപ്പറൊക്കെ മുകളിൽ നിന്ന് പറത്തി വിടുമ്പോഴിങ്ങനെ അത് വിറച്ച് പറന്ന് താഴേക്ക് വീഴില്ലേ, അതുപോലെ ഫർഫറാത്തെ താഴേക്ക് വീഴാൻ തുടങ്ങി. ചലോ ദോ തിൻകെ തോ നികൽ ഗയേ, മാ ഹസ്കർ ബോലി, അബ് ബാക്കി കെ 2000 ബി നികൽ ജായേ. അപ്പോൾ പിതാജി ഇതുപോലത്തെ ഉള്ള പരിപാടികൾ ചെയ്യുമ്പോൾ അമ്മ തമാശ വിടാറുണ്ടല്ലോ. ഇപ്പോഴത്തെ അമ്മ എന്താ പറഞ്ഞാൽ, ചലോ 2 കമ്പുകൾ പുറത്തേക്ക് വന്നു, ഇനി അബ് ബാക്കി കെ 2000 ബി നികാൽ ജായേ, ഇനി ബാക്കിയുള്ള 2000 കമ്പുകളും പുറത്തേക്ക് വരട്ടെ. തഭി मैंने बाहर आंगन की ओर देखा और मुझे दोनों गौरयों नज़र आई. അപ്പോൾ ഞാൻ പുറത്ത് മുറ്റത്തേക്ക് നോക്കി, 2 കുരുവികളെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. 2 കുരുവികളും മുറ്റത്തുണ്ട്. दोनों चुपचाप दीवार पर बैठी थीं. അവർ രണ്ടും മിണ്ടാതെ ആ മതിലിൽ ഇരിപ്പുണ്ടായിരുന്നു. इस बीच कुछ दुबला गई थीं, कुछ काली पड़ गई थीं. ഇത്രയും ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ അവർ എന്തായി? അല്പം മെലിഞ്ഞതും കറുത്തതുമായി മാറിയിരുന്നു. മെലിഞ്ഞിട്ടുമുണ്ട് കറുത്തിട്ടുമുണ്ടല്ലേ ഈ കുരുവികൾ 2. അബ് വേ ചഹക് ഭി നഹീം രഹി ഥി, ഇപ്പോൾ അവ ചലിക്കുന്നു പോലുമില്ലായിരുന്നു. अब पिताजी लाठी का सिरा घास के तिनकों के ऊपर रखकर बहा रहे थे. ഇപ്പോൾ എന്ത് ചെയ്യുന്നു അച്ഛൻ? ഇപ്പോൾ അച്ഛൻ വടിയുടെ അറ്റം പുല്ലിൻ്റെ കമ്പുകളുടെ മുകളിൽ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാഠി കാ സിര എന്ന് പറഞ്ഞാൽ വടിയുടെ അറ്റം, ഘാസ് കെ തിൻകോം, ഘാസ് എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. ഘാസ് കെ തിൻകോം, ആ പുല്ലിൻ്റെ നേർത്ത കമ്പുകളുടെ മുകളിൽ വെച്ചിട്ട് കറക്കിക്കൊണ്ടേയിരുന്നു. ഘുമാനെ ലഗേ, വീണ്ടും കറക്കിക്കൊണ്ടേ ഇരുന്നു. इससे घोंसले के लंबे तिनके लाठी के सिरे के साथ लिपटने लगे. ഇത് കാരണം എന്തുണ്ടായി? കൂടിൻ്റെ നീളമുള്ള കമ്പുകൾ വടിയുടെ അറ്റത്ത്, ലംബെ തിൻകെ, നീളമുള്ള കമ്പുകൾ വടിയുടെ അറ്റത്ത് ചുറ്റാൻ തുടങ്ങി. ലിപ്പട്ടന എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ക്ലോസ്ലി, ഈ വടിയുടെ അറ്റത്ത് ഒട്ടിപ്പിടിച്ച് ചുറ്റാൻ തുടങ്ങി. വേ लिपटते गए और घोंसला लाठी के हर्द गिर्द खींचता चला आने लगा. എന്ത് പറ്റി? വേ ലിപ്പടത്തെ ലഗേ, വീണ്ടും ഈ പുല്ലും കമ്പുകളും ഒക്കെ, ഖാസ് കെ തിൻകെ ലാഠി കെ ഹർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ ചാരോം ഓർ അല്ലെങ്കിൽ ആസ്പാസ്, ഈ വടിയുടെ അറ്റത്ത് ചുറ്റും നാലുപാടും ഇങ്ങനെ ചുറ്റി വന്നുകൊണ്ടേയിരുന്നു. ഫിർ വ खींच कर लाठी के सिरे के हर्द गिर्द लपेटा जाने लगा. പിന്നെ എന്ത് പറ്റി? പിന്നീട് അത് വലിച്ചു നീട്ടി വടിയുടെ അറ്റത്ത് ഹർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ ചാരോ ഓർ, വടിയുടെ നാലുപാടും ലപേട്ട ജാനെ ലഗ, ഇങ്ങനെ റാപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. सूखी घास और रुई के फाहे और धागे और धिगलियाम
ലാഠി കെ സിരെ പർ ലിപ്പട്നെ ലഗി. എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ഈ വടിയുടെ അറ്റത്ത്, ലാഠി കെ സിരെ പർ, വടിയുടെ അറ്റത്ത് ചുറ്റി വരാൻ തുടങ്ങിയത്? സൂഖി ഘാസ്. സൂഖി ഘാസ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ല്, ഡ്രൈഡ് ഗ്രാസ്. ഓർ ലഗി. എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ഈ വടിയുടെ അറ്റത്ത്, ലാഠി കെ സിരെ പർ, വടിയുടെ അറ്റത്ത് ചുറ്റി വരാൻ തുടങ്ങിയത്? സൂഖി ഘാസ്. സൂഖി ഘാസ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ല്, ഡ്രൈഡ് ഗ്രാസ്. ഓർ രുഹി. ഓർ രുയി കെ ഫാഹെ. രുയി കെ ഫാഹെ എന്ന് പറഞ്ഞാൽ പഞ്ഞി, കോട്ടൺ ബോൾസ്. ഓർ ധാഗെ. ധാഗെ എന്താ? ത്രെഡ്സ്, നൂലുകൾ. ഓർ ധിഗലിയാം. ധിഗലിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പടയുടെ തുണികളുടെ പീസ്, നമ്മൾ ഓട്ട അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണികളുടെ കഷ്ണത്തിനെയാണ് ധിഗലിയാം എന്ന് പറയുന്നത്. ഓട്ട അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയുടെ കഷ്ണം എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ? ധാഗെ ഓർ ധിഗലിയാം. അപ്പോൾ പല തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ആണ് നമ്മുടെ പാവം ഗൗരയ്യ ഈ കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ലാഠി കെ സിരെ പർ ലിപ്പട്ടിനെ ലഗി, ചുറ്റി വരാൻ തുടങ്ങി. തഭി സഹസ ജോർ കി ആവാസ് ആയി, ചീം 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 ചീം. അപ്പോഴാണ് എന്താണ്, പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടു. ചീം 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 ചീം. പിതാജി കെ ഹാത്ത് ടിടക് ഗയേ, യേ ക്യാ? അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് പിതാജി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി സ്റ്റോപ്പായി. ഇതെന്താ? ക്യാ ക്യാ ഗൗരയ്യ ലൗട്ടായി ഹേ? എന്താ ഈ കുരുവികൾ മടങ്ങി വന്നോ? പിതാജി ചോദിക്കുക. ലൗട്ടാന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, തിരിച്ചു വന്നോ, വീണ്ടും തിരിച്ചു വന്നോ? മൈനെ ഛട്ട് സെ ബാഹർ കി ഓർ ദേഖാ നഹി, ദോനോ ഗൗരയ്യാം ബാഹർ ദീവാർ പർ ഗുംസും ബൈഠി ഥീ. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള ബഹളമൊക്കെ കേട്ടിട്ട് കുരുവികൾ തിരിച്ചു വന്നു എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്ന കേട്ട് ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് പുറത്തേക്ക് നോക്കി, വേഗം പുറത്തേക്ക് നോക്കി. അപ്പോൾ നഹി, 2 കുരുവികളും പുറത്ത് മതിലിൽ ഗുംസും ബൈഠീതീം. ഗുംസും എന്ന് പറഞ്ഞാൽ എന്താ? സൈലൻ്റ് ആൻഡ് സാഡ് അല്ലേ? അവരൊന്നും മിണ്ടാതെ വിഷമിച്ച്, ലോസ്റ്റ് ഇൻ തോട്ട്സ്, എന്തോ ചിന്തയിൽ മുഴുകി വിഷമിച്ച് അവർ ഇരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ. പുറത്ത് മതിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചീം 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 ഫിർ ആവാസ് ആയി. വീണ്ടും ചീം ചീം ആവാസ് വരാൻ തുടങ്ങി. എവിടുന്ന? ഫാനിൻ്റെ മുകളിലുള്ള ആ ഘോസലയെന്ന്. मैंने ऊपर देखा, ഞാൻ മുകളിലേക്ക് നോക്കി. पंखे के गोले के ऊपर से नन्ही गौरैयाम सिर निकाले नीचे की ओर देख रही थी और चीम चीम किए जा रही थी. മുകളിലേക്ക് നോക്കിയപ്പോഴെന്താ? നൻഹി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുരുവികൾ അല്ലേ? കുഞ്ഞുങ്ങൾ. സിർ നിക്കാലേ, നൻഹി ഗൗരയ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുരുവികൾ. നൻഹി എന്ന് വെച്ചാൽ ഛോട്ട. സിർ നിക്കാലെ നീച്ചേക്ക് ഓർ ദേഖ് രഹി ഥി. അവർ പതിയെ തല പുറത്തേക്കിട്ട് താഴെ നോക്കിക്കൊണ്ടിരുന്ന ഓർ ചീം ചീം കിയെ ജാ രഹി ഥി. നോക്കി ചീം ചീം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അഭി ഭി പിതാജി കെ ഹാത്ത് മേ ലാഠി ഥി ഓർ ഉസ് പർ ലിപ്പട്ട ഘോസലെ കാ ബഹുത് സാ ഹിസ്സ ഥാ. ഇപ്പോഴും പിതാജിയുടെ കയ്യിൽ, അച്ഛൻ്റെ കയ്യിൽ എന്തുണ്ട്? വടി ഇരിപ്പുണ്ട്. വടിയുടെ അറ്റത്ത് എന്താ? അതിൽ ചുറ്റി വന്ന ഘോസലേക്ക ബഹുത് സാ ഹിസ്സ എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ, ഒരു പാർട്ട് അല്ലെങ്കിൽ പോർഷൻ എന്നാണ് ഹിസ്സ. കൂടിൻ്റെ ബഹുത് സാ, ഒരു വലിയ ഭാഗം തന്നെ ആ ലാഠി കെ സിരെ പർ, വടിയുടെ അറ്റത്ത് ചുറ്റി ഇരിപ്പുണ്ടായിരുന്നു. നൻഹി ദോ ഗൗരയ്യാം, കുഞ്ഞ് 2 കുരുവികൾ. വേ അഭി ഭി छांगे जा रही थी और चीम चीम करके मानो अपना परिचय दे रही थी. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ താഴേക്ക് എത്തി നോക്കിയിട്ട് ചീം ചീം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട നമുക്ക് എന്താ തോന്നുന്നത്? അവർ സ്വയം പരിചയപ്പെടുത്തുകയാണെന്ന് തോന്നും. ഹം ആ ഗയി ഹേ, ഹമാരെ മാ ബാപ്പ് കഹാ ഹേ. അവർ പറയാണ്, നമ്മൾ എത്തിക്കഴിഞ്ഞു, നമ്മുടെ അമ്മയും അച്ഛനും എവിടെയാണ്? മേ അവാക് ഉൻകി ഓർ ദേഖ്താ രഹാ. ഞാൻ അവാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീച്ച്ലെസ്, ഇൻ ഷോക്ക് ഓർ സർപ്രൈസ്. അപ്പോൾ ഞാൻ സർപ്രൈസ് കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ, ഒന്നും മിണ്ടാൻ പറ്റാതെ, ഉൻകി ഓർ ദേഖ്താ രഹ, ഞാൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഫിർ മൈനെ ദേഖ, പിന്നെ ഞാൻ നോക്കിയപ്പോഴെന്താ? പിതാജി സ്റ്റൂൾ പർ സെ നീച്ചെ ഉതർ ആയേ ഹേ. അച്ഛൻ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഓർ ഘോസലേക്ക് तिनको में से लाठी निकाल कर उन्होंने लाठी को एक और रख दिया है और चुपचाप कुर्सी पर आकर बैठ गए हैं. അച്ഛൻ സ്റ്റൂളിൽ നിന്ന് താഴെ വന്നിട്ട് എന്ത് ചെയ്തു? ഘോസലേക്ക് തിൻകോ മേം സെ ലാട്ടി നികാൽക്കർ, ആ ഘോസലയുടെ
പുല്ലും എല്ലാമൊക്കെ ലാഠി വെച്ചിട്ട് അത് ചുറ്റി ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതൊക്കെ വടി ആ പുല്ലിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒന്നൊന്ന് ലാഠിക്കോ ഏക് ഓർ രഖ് ദിയ, ആ വടി കൊണ്ട് ഒരു സ്ഥലത്ത് ചാരി വെച്ചു. എന്നിട്ട് ചുപ് ചാപ്പ് കുർസി പർ ആക്കർ ബൈറ്റ് ഗയേ ഹെ. ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ കുർസി പർ കസേരയിൽ വന്ന് അദ്ദേഹം ഇരുന്നു. ഇസ് ബീച്ച് മാ കുർസി പർ സെ ഉഠീം ഓർ സഭി ദർവാസെ ഖോൽ ദിയേ. ഇതിനിടയ്ക്ക് അമ്മ എന്ത് ചെയ്തു? അമ്മ കുർസി പർ സെ ഉഠി. ഇതെല്ലാം കണ്ടുകൊണ്ട് കസേരയിരിക്കായിരുന്ന അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാ വാതിലുകളും തുറന്നിട്ടു. നൻഹി ചിടിയ അബി ഭി ഹാഫ് കർ ചില്ലാതെ ജാ രഹി ഥി. നൻഹി ചിടിയ അഭി ഹാഫ് കർ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇങ്ങനെ പാൻറ്റിങ് കിതച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ചീം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചില്ലായെ രഹി ധീം ഓർ അപ്പനെ മാ ബാപ്പ് കോ ബുലാ രഹി ഥി. അവരെന്താ ഇങ്ങനെ കിതച്ചുകൊണ്ട് ചീം ശബ്ദം ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. उनके माँ बाप छत से उड़कर अंदर आ गए और चीम करते उनसे जा मिले और उनकी नन्ही चोंजों में चुग्गा डालने लगे. അപ്പോൾ അമ്മയും അച്ഛനും പുറത്തിരിക്കുകയല്ലേ, വിഷമിച്ചിരുന്ന അമ്മയും അച്ഛനും ഇതൊക്കെ കണ്ടിട്ട്, കുരുവികളുടെ ഗൗരവങ്ക മാ ബാപ്പ്, അമ്മയും അച്ഛനും ഇത് കണ്ടിട്ട് ഛട്ട് സെ ഉടുക്കർ, അവർ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പറന്ന് അന്തറാകെ അകത്തേക്ക് വന്നു. ഓർ ചീം കർത്തെ, ചീം ശബ്ദം ഉണ്ടായിക്കൊണ്ട് അവരുടെ കുട്ടികളെ, കുഞ്ഞു കുരുവികളെ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? ഉൻകി നൻഹി ചോഞ്ചോമേ, ഈ കുഞ്ഞു കുട്ടികളുടെ ചോഞ്ചോ എന്ന് പറഞ്ഞാൽ എന്താ? ബീക്ക്, അവരുടെ കുഞ്ഞ് ആ കൊമ്പുകളിൽ എന്ത് വെച്ച് കൊടുത്തു? ചുഗ്ഗ ഡാൽനെ ലഗെ. ചുഗ്ഗ എന്ന് പറഞ്ഞാൽ സ്മോൾ, ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഗ്രെയിൻ അല്ലെങ്കിൽ സ്മോൾ പോർഷൻ ഓഫ് ഫുഡ്. കുഞ്ഞ് എന്താണ്, ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറച്ച് ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ കുഞ്ഞു കുരുവികൾക്ക് കുറച്ച് ഭക്ഷണം ചുഗ്ഗ, എ സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, അത് കൊടുക്കാൻ തുടങ്ങി. അവരുടെ ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഈ കുരുവികളുടെ അമ്മയുടെ അച്ഛനും അവരുടെ കൊക്കുകളിൽ ശേഖരിച്ചുകൊണ്ട് വന്ന ഭക്ഷണം കുറേശ്ശായിട്ട് അവർക്ക് കൊടുക്കാൻ തുടങ്ങി. മാ പിതാജി ഓർ മേ ഉൻകി ഓർ ദേഖ്തേ രഹ് ഗയേ. മാ പിതാജി, എൻ്റെ അച്ഛനും അമ്മയും ഞാനും അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നു. കമരേമേ ഫിർ സേ ഷോർ ഹോനെ ലഗാ ഥാ. മുറിയിൽ ഫിർ സേ ഷോർ ഹോനെ ലഗാ ഥാ. ഷോർ എന്ന് പറഞ്ഞാൽ എന്താ? നോയ്സ് അല്ലെങ്കിൽ ലൗഡ് സൗണ്ട്. വീണ്ടും വലിയ ശബ്ദം, കുരുവികളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. पर अब की बार पिताजी उनकी ओर देख कर केवल मुस्कुराते रहे. പക്ഷേ ഇത്തവണ അവരുടെ ചീം ലൗഡ് നോയ്സ് കേട്ടിട്ട് പിതാജി എന്തെങ്കിലും ഗുസായ, പിതാജിക്ക് ദേഷ്യം വന്നോ? ഇല്ല, ഉസ്കോ ഗുസാനയായ. ഫിർ ക്യാ കിയ? ഇപ്രാവശ്യം പിതാജി ഉൻകി ഓർ ദേഖ് കർ കേവൽ മുസ്കുരാത്തെ രഹേ. ഈ കുരുവികളെയും അവരുടെ കുഞ്ഞു കുരുവികളെയും നോക്കി ചിരിച്ചുകൊണ്ട് ആ കസേരയിൽ അങ്ങനെ ഇരുന്നു പിതാജി. ഈ പാഠഭാഗത്തിൻ്റെ വിശദീകരണം എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.